സജീർ ഈസി സ്റ്റിച്ചിങ്ങിലേക്ക് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ആദ്യമായി നന്ദി പറയുന്നു. അപ്പോൾ വീഡിയോ കാണുന്നത് മുഴുവനായി കാണുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലൗസ് എങ്ങനെ അളവെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ പ്രോജക്റ്റാണ്, ബ്ലൗസിൻ്റെ പ്രോജക്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് മെഷർമെൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു കസ്റ്റമർ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഏതൊരു ക്ലോത്തും അല്ലെങ്കിൽ ഏതൊരു വേസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ പ്രൈമറി ആയിട്ട് വേണ്ടതാണ് അളവുകൾ. അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കുന്നവർ, ബിഗിനേഴ്സൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ ആ അളവ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതിന് ശേഷമേ അളവ് വെച്ച് കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് കാര്യമുള്ളൂ. കാരണം വെറുതെ ഒരു അളവ് വെച്ച് കട്ട് ചെയ്യണത് കണ്ടിട്ട് നിങ്ങൾക്ക് ആ അളവിൽ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു കസ്റ്റമർ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്, എന്നിട്ട് എനിക്കൊരു ബ്ലൗസ് വെച്ച് തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അളവെടുക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ബ്ലൗസിനൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അളവ് ബ്ലൗസ് തന്നാൽ തന്നെയും അതിലൊരുപാട് പ്രയാസങ്ങളുണ്ട്. അളവ് ബ്ലൗസ് വെച്ച് അതുപോലെ വേറെ ബ്ലൗസ് വയ്ക്കാന്ന് വെച്ചാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ പ്രൈമറി ആയിട്ട് ഏതൊരു ഷർട്ടായിക്കോട്ടെ, പാൻ്റായിക്കോട്ടെ, ചുരിദാറായിക്കോട്ടെ, നൈറ്റി ആയിക്കോട്ടെ, ബ്ലൗസ് ആയിക്കോട്ടെ, എന്തായിരുന്നാലും നമ്മൾ ചെയ്യുന്ന പ്രൈമറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് അളവെടുക്കുക, അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെയാണ് പ്രൈമറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അതിലെ ഫസ്റ്റ് നമ്മളെല്ലാ വീഡിയോയിലും ചെയ്യുമ്പോൾ തന്നെ, തുടക്കത്തിൽ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊരു ചെറിയൊരു സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കാം, ഇത് നിങ്ങൾ ഒരു കസ്റ്റമറായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഈ പോയിൻ്റ് നിങ്ങൾക്കറിയാം ഇൻഡ്യൂട്ടേക്കുന്നത്, അവിടെ നിന്ന് ഒരിക്കലും ചെസ്റ്റ് ലെങ്ത് നിങ്ങൾ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെറ്റാവില്ല. തൊട്ട് മേളിൽ നമ്മുടെ ഈ കൈക്കുഴി അവസാനിക്കുന്ന ആ വശത്തിൻ്റെ ലാസ്റ്റ് എൻഡിൽ നിന്നും പുറകിൽ നിന്ന് മാത്രമേ എപ്പോഴും ബ്ലൗസിന്, ഒരു കസ്റ്റമറുടെ പുറകിൽ നിന്ന് മാത്രമേ എപ്പോഴും ബ്ലൗസിന് അളവെടുക്കാവൂ. ഫ്രണ്ടിൽ നിന്ന് ബ്ലൗസിന് അളവെടുക്കരുത്. കസ്റ്റമറെ പുറകിലേക്ക് നിൽക്കുക, എന്നിട്ട് അളവെടുക്കുക. അപ്പോൾ ഇത് ഇത്രയും കിട്ടുമ്പോൾ 36, അതായത് ബ്ലൗസിന് അളവെടുക്കുമ്പോൾ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ടൈറ്റ് ചെയ്ത് പിടിച്ച്, മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിച്ച് വേണം ബ്ലൗസിന് അളവെടുക്കാൻ. ലൂസിന് അളവെടുക്കരുത്. ലൂസിന് അളവെടുത്ത് കഴിഞ്ഞാൽ തയ്ച്ച് കഴിയുമ്പോൾ സെറ്റാവാണ്ട് വരും. അപ്പോൾ ടൈറ്റ് ചെയ്ത് പിടിച്ച് വേണം ബ്ലൗസിന്. ടൈറ്റ് എല്ലാവരും ഫിറ്റായിട്ട് ഇടുള്ളൂ, ലൂസായിട്ട് ആരും ഇടാറില്ല. അപ്പോൾ അതിന് അളവെടുക്കുമ്പോഴും ഫിറ്റായിട്ട് തന്നെ അളവെടുക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് 36 കിട്ടും. അങ്ങനെ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അളവുകളൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ബ്ലൗസ് തയ്ക്കാനായിട്ട്. ബ്ലൗസിന് ചില ഫോർമാറ്റുകളുണ്ട്, ചില ഫോർമുലകളുണ്ട്. അത് നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അളവുകൾ മതി ഈ ബ്ലൗസ് തയ്ക്കാനായിട്ട്. കാരണം നമ്മൾ ഒരുപാട് ബ്ലൗസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഞാനിതിൽ 1, 2, 3, 4, 5, 6 അളവ് മാത്രമേ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. വേറെ ഒരളവും എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ചുറ്റി ഈ കഷത്തിൻ്റെ എൻഡ് പോയിൻ്റിൽ നിന്നും ഇതിന് ചുറ്റും പിടിക്കുക. ഈ പോയിൻറ്റിൻ്റെ മേളിലായിട്ട് ഒരിക്കലും ഈ പോയിൻ്റ് സെൻറ്ററായിട്ട് ചുറ്റി പിടിക്കരുത്, സെറ്റാവില്ല. അത് കഴിഞ്ഞ് ലെങ്ത്ത് വേണം. ലെങ്ത്ത് 13.5 നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 13.5 എന്ന് പറഞ്ഞത് ഒരു 90% ആൾക്കാർക്കും ഇത് തന്നെയാണ് നോർമലി വരിക. പിന്നെ ഓരോ കസ്റ്റമറുടെ അഭിപ്രായം അനുസരിച്ച് അവരിപ്പം കുറച്ച് ഇറക്കമുള്ളതാണ് ഇടുകയാണെങ്കിൽ 14.5 15 ഒക്കെ നമ്മുടെ അത് ഓരോരുത്തർ സൗകര്യം പോലെ വെക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇടുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ലെങ്ത്ത് നിങ്ങൾക്ക് ഓരോ കസ്റ്റമറുടെ സൗകര്യം അനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ. കുറയ്ക്കാൻ പറ്റില്ല, 13.5 കുറയ്ക്കാൻ പറ്റില്ല, കൂട്ടാനേ പറ്റുള്ളൂ. 13.5 കുറച്ചൊരു ബ്ലൗസിൻ്റെ അളവ് ഇല്ല. 90% ആൾക്കാർക്ക് 13.5 കുറയ്ക്കാനില്ല. കൂട്ടാം, 14 15 ഒക്കെ വെക്കാം. പൊക്കം കൂടുന്നതനുസരിച്ച് വെക്കാം. ഏറ്റവും കുറഞ്ഞത് 13.5. അപ്പോൾ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് എടുക്കേണ്ടത് ഈ പോയിന്റിൽ നിന്ന്, ഇത് ഷോൾഡർ പോയിന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അവിടം വരെയാണ് 13.5. അത് ഈ 13.5 ബ്ലൗസ് തയ്ക്കണതിൽ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട പ്രൈമറി ആയിട്ടുള്ള ഒരു ഫോർമുല. ഈ 13.5 90% ആൾക്കാർക്കും
13.5 തന്നെയാണ് ബ്ലൗസിന് ഹൈറ്റ് വരിക. ഇത് മനസ്സിലാക്കി വെക്കുക. അത് ഒന്നാമത്തെ പോയിൻറ്റ്. അടുത്ത വേണ്ടത് വേസ്റ്റ് നമുക്ക് 33. അത് വേസ്റ്റ് ആ പോയിൻ്റ് അറിയാമല്ലോ, 13.5 വരുന്ന ആ ഭാഗത്ത്, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 13.5 വരുന്ന ഭാഗത്ത് ചുറ്റും പിടിച്ച് കഴിഞ്ഞാൽ, ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ വേസ്റ്റ്. അത് അങ്ങനെ എടുക്കുക. അപ്പോൾ ഈ ഹൈറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ എടുക്കണം. 13.5 എവിടെ വരണോ അവിടെ നിന്ന് തന്നെ എടുക്കണം. അപ്പോഴത് സെറ്റ് ആവുള്ളത്. താഴെ ഇറക്കിയോ മേളിൽ കയറ്റിയെടുത്താൽ ശരിയാവില്ല. കറക്റ്റ് ആ ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്ക് 13.5 വരുന്ന ഭാഗത്തു നിന്ന് എടുക്കണം. ഇതാണ് വേസ്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ ചെസ്റ്റായി, ഹൈറ്റായി, വേസ്റ്റായി. ഇനി വേണ്ടത് ഷോൾഡർ ഇതുപോലെ തന്നെ ഈ നമ്മുടെ കൈയുടെ ഈ കുഴിയുടെ വെട്ടുണ്ടല്ലോ, വെട്ടിൻ്റെ അവിടെ നിന്ന് ഈ വെട്ടിൻ്റെ അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു അല്പം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക്, ഈ വെട്ടിൻ്റെ ഉള്ളിലേക്ക് ബ്ലൗസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അവിടെ നിന്ന് കറക്റ്റ് ഇതിലെടുത്താലും കുഴപ്പമില്ല. രണ്ടും കണക്ക് ഇത് തന്നെയാണ്. ഒരല്പം കയറ്റി വെച്ച് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ചുരിദാറിന് എടുക്കുമ്പോൾ ഫിക്സഡ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു അനക്കം ഉള്ളിലേക്ക് കയറ്റി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ കസ്റ്റമർക്ക് നമ്മൾ ചുരിദാർ എടുക്കണമെങ്കിൽ 13.5 വരും. അപ്പോൾ നമ്മളൊരു 13 വെച്ചിട്ടുണ്ട്, 1/2 ഇഞ്ച് കമ്മിയാക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഷോൾഡർ അളവെടുക്കുക. അപ്പം ചെസ്റ്റായി, വേസ്റ്റായി, ഷോൾഡറായി. അടുത്തത് സ്ലീവ് ലെങ്ത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എത്രയാണ്, നിങ്ങൾ ഇറക്കി വെക്കണമെങ്കിൽ ഇറക്കി, ഷോർട്ടായിട്ട് വെക്കണമെങ്കിൽ ഷോർട്ടായിട്ട് 4, 3, 5, 6, 7, 8 അങ്ങനെയൊക്കെ വെക്കണമാണ്. അപ്പം ഇവർക്ക് 8 വേണം, അതുകൊണ്ട് 8 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട അളവ് കൈയുടെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8ൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എത്ര വരണോ അതാണ് ചുറ്റളവ് 13. ഏതാണ്ടൊക്കെ കുറേ ഒരു 75-80% ആൾക്കാർക്കും ഈ 13.5 കറക്റ്റായിരിക്കും. 13.5 തന്നെ വരും. അപ്പോൾ നിങ്ങളത് പിടിച്ച് നോക്കുക, ടൈറ്റ് ചെയ്ത് പിടിച്ച് നോക്കുക. അപ്പോൾ എത്ര വരണോ അതെടുക്കുക. 12 വരണവരും ഉണ്ടാവും. 12 വരണമെങ്കിൽ 12 എടുക്കുക, 13 വരണമെങ്കിൽ 13 എടുക്കുക. അപ്പോൾ ചെസ്റ്റായി, വേസ്റ്റായി, ഷോൾഡറായി, സ്ലീവായി, സ്ലീവ് വിത്താണ് ഇത്. സ്ലീവിൽ ഫുൾ ലെങ്ത്താണ് ഇത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ട പ്രൈമറി ആയിട്ട് വേണ്ട അളവുകൾ. അപ്പോൾ ബ്ലൗസിനകത്ത് ഒരുപാട് കട്ടിംഗ് ഉണ്ട്. അതായത് ക്രോസ് കട്ടിംഗ് ഉണ്ട്, സ്ട്രൈറ്റ് കട്ടിംഗ് ഉണ്ട്, പ്രിൻസ് കട്ടിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കട്ടിംഗ് ഉണ്ട്. അപ്പം ഓരോന്നും ഓരോ യൂസിന് ഉപയോഗിക്കുന്നതാണ്. ഈ നോർമലി 36 ഇഞ്ച് ചെസ്റ്റ് പറഞ്ഞവർക്ക് സ്ട്രൈറ്റ് കട്ടിൽ ചെയ്താൽ തന്നെ നന്നായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. സീറ്റിംഗ് ഒക്കെ കറക്റ്റായിരിക്കും. സ്ട്രൈറ്റിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എന്തിനാണ് ഈ ക്രോസിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ സൈസ് അനുസരിച്ചാണ്. അത് ശരിക്കും അത് സീറ്റാകാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് സ്ട്രൈറ്റ് കട്ടാണ്, ക്രോസ് കട്ടൊന്നുമില്ല. സ്ട്രൈറ്റ് ആയിട്ടുള്ള നമ്മൾ തയ്യൽ പഠിക്കുമ്പോൾ പഠിക്കേണ്ട തുടക്കക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയും എന്നാലത് നെക്ക് മലന്ന് പോവുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരാതെ നമുക്ക് ചെയ്യാമെന്നുള്ള ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുക, റഫായിട്ടാണ് ചെയ്യുക. ഞാൻ ഒരുപാട് വരയ്ക്കുകയും കുറിക്കുകയൊന്നുമില്ല. സിമ്പിളായിട്ട് ആവശ്യമുള്ള അളവുകൾ മാത്രമേ വെക്കുകയുള്ളൂ. പിന്നെ 1-2 ഫോർമുല, അത് എല്ലാ ബ്ലൗസിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാത്ത ഫോർമുലകളാണ്. അതുകൊണ്ട് ആ ഫോർമുലയും പറഞ്ഞാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് അളവെടുക്കുക എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പം മനസ്സിലാവും. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയണത്, എൻ്റെ ഇതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഇത് ലൈനിങ് ക്ലോത്താണ്. ലൈനിങ് ക്ലോത്ത് നിങ്ങൾ ഒരു 1.5 മീറ്റർ എടുക്കണം. മറ്റേത് 90 1 മീറ്ററോ 80 അത് നിങ്ങളുടെ സൗകര്യം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 1 മീറ്ററിന് ഇടയിലാണ് സാധാരണ വരികാറ്. അപ്പോൾ അത് നിങ്ങൾ സൗകര്യം പോലെ എടുത്താൽ മതി. മെയിൻ ക്ലോത്ത് ലൈനിങ് ശകലം കൂടുതൽ എടുത്തോളണം. കാരണം നമ്മളിവിടെ ക്യാൻവാസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. സിമ്പിളായിട്ടാണ് ചെയ്യുക, റഫായിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത് 36 ഇഞ്ചിൻ്റെ ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. നിങ്ങൾ അളവുകളെല്ലാം നോക്കിക്കഴിഞ്ഞു. നമ്മൾ അടുത്ത വീഡിയോയിലാണ് കട്ടിങ് കാണിക്കുക. അപ്പോൾ പ്രൈമറി ആയിട്ടിത് പഠിച്ചു വെക്കുക. ഇതെങ്ങനെയാണ് എടുത്തേക്കുന്നത്, ചെസ്റ്റ് എങ്ങനെയാണ് എടുത്തേക്കുന്നത്, ഷോൾഡർ എങ്ങനെയാണ് എടുത്തേക്കുന്നത്, സ്ലീവ് ലെങ്ത്ത്, പിന്നെ ഈ ലെങ്ത്ത്, ഈ വേസ്റ്റിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് പ്രൈമറി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നത് കട്ടിങ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ട്, ഇത് ഫസ്റ്റ് പാർട്ടായിരിക്കും, അടുത്ത സെക്കൻഡ് പാർട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.